അങ്ങനെ അങ്ങനെ നീ എടുക്കാനാവണ്ട. അയ്യോ എന്തടിയാണ് ഇത്? പിന്നെ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കൊതുകിനെ കൊന്നത് പോച്ചോണ്ട് ഇവിടെ ഇരുന്നോ? പഞ്ചായത്ത് മെമ്പറായിട്ട് നടന്നാ പോരാ, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇവർക്ക് വേണ്ടി കോഴിയെ വിതരണം ചെയ്തില്ലേ, താറാവിനെ വിതരണം ചെയ്തു, വാഴത്തൈകൾ കൊടുത്തു, പശുവിനെ കൊടുത്തു, ഇപ്പോ പോത്തിനെ വിതരണം ചെയ്തു. പോത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ നല്ലത്. ആ പോത്തിനെ കണ്ട പട്ടിയായിട്ടേ തോന്നുള്ളൂ. പഞ്ചായത്തില് പോത്തിനെ വാങ്ങിക്കാനേ ഫണ്ടുള്ളൂ, പോത്തിനെ തീറ്റ വാങ്ങിക്കാൻ ഫണ്ടില്ല. സമ്മതിച്ചു. ഈ പോത്തിനോളം വരില്ലല്ലോ കൊതുക്. ഇതിനെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ടോ? അതിന് ഫണ്ടൊക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ ഫണ്ടേ ഉള്ളൂ. അതിനു വേണ്ടി മെനക്കെട്ട വെറുതെ ചീത്തപ്പേര് മാത്രം ബാക്കിയാവും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് കൊതുകടി കൊള്ളുന്നത്. ഞാൻ ആരോടും പോയി പരാതി പറയില്ലല്ലോ. വേണ്ട, നിങ്ങൾ ആരോടും പരാതി പറയണ്ട. നിങ്ങൾ നാട്ടുകാർക്ക് ഒന്നും ചെയ്യണില്ല എന്നുള്ളത് പോട്ടെ. വീട്ടിൽ ഞാൻ എത്ര നാളായി പറഞ്ഞ ഒരു ഗ്രൈൻഡർ മേടിച്ചു തരാൻ, അതും ചെയ്യണില്ല. അപ്പൊ നാട്ടുകാർക്കും ഗുണയില്ല, വീട്ടുകാർക്കും ഗുണയില്ല. ഇങ്ങനൊരു മനുഷ്യൻ. നന്ദികേട് പറയരുത് നീ. കഴിഞ്ഞ പ്രാവശ്യം എലിപ്പനി വന്ന സമയത്തല്ലേ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചത് അല്ലേ? അതെങ്ങനെ വാങ്ങിച്ചത്? എലിപ്പനി നിർമ്മാർജ്ജനത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ട് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും കൂടെ വീതിച്ചെടുത്തതുകൊണ്ട് ഇനി അതുപോലെ മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരട്ടെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പൊ മേടിച്ചു തരുമോ? പിന്നെന്താ, ഇപ്പൊ തന്നെ നാട്ടിൽ എന്തോ ഒരു പനി പടർന്ന് പിടിക്കുന്നുണ്ട്. എന്താ, കരിമ്പനി. നമ്മുടെ അടുത്ത ജില്ലയിൽ വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലേക്ക് വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും, വല്ലതും നടക്കും. അല്ലേ ഏട്ടാ, ഗ്രാമസഭ കൂടി ഇപ്പൊ തീരുമാനിച്ചതല്ലേ എന്ത്? ചേട്ടന്റെ വാർഡിൽ കൊതുക് നിർമ്മാർജ്ജന പരിപാടി നടത്താന്ന്. ഇനി ഇലക്ഷൻ അധികം നാളില്ല. ചേട്ടൻ ജനങ്ങളുടെ ആരോഗ്യകാര്യമൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലൊരു മെമ്പറാണ്, നല്ലൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി എടുക്കണം. എടി, അത് ഗ്രാമസഭ കൂടിയ സമയത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തപ്പോ ഞാനത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടതല്ലേ, അല്ലാതെ അതൊന്നും അജണ്ടയിലുള്ള കാര്യങ്ങളല്ല. പിന്നെ മഴയാണെങ്കിൽ വെള്ളം വരും, വെള്ളത്തിൽ കൊതുക് വരും, കൊതുക് വരുമ്പോ കടിക്കും, കടി കൊള്ളുക, വേറെ ഒരു മാർഗവും ഇല്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് 2000 രൂപ കൊതുക് നിർമ്മാർജ്ജനത്തിന് അനുവദിച്ചിട്ടുണ്ടെന്ന്? അതെ, അതിന്ന് കുറച്ച് പൈസ എടുത്ത് ഇത്തിരി ലോഷനോ ഇത്തിരി പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ മേടിച്ച് കൂടുതൽ കൊതുകുകളെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അത് ഏത് വീട്ടിലാണ് കൂടുതൽ കൊതുകുള്ളത് ഞാൻ എങ്ങനെ അറിയും? അതിനെ ഇന്നാള് നമ്മുടെ വീട്ടിൽ അംഗൻവാടിന്ന് ഒരു പെണ്ണ് വന്നില്ലേ? മിനിമോള്. ആ പെണ്ണിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം. എന്നിട്ട് അവളെ ഏൽപ്പിക്കാം. അവക്കാവുമ്പോ ഇത്തിരി ചായക്കാശൊക്കെ കൊടുത്താൽ മതി. അത് ശരിയാണല്ലോ. അവളെ പറഞ്ഞയച്ചു കഴിഞ്ഞാല് അവൾ ഏത് വീട്ടിലാണ് കൂടുതൽ കൊതുകുള്ളത് എന്നുള്ളതിന്റെ ഒരു കണക്കെടുത്തിട്ട് വരും. കൊതു അത് കൊതുകൊന്നും അല്ല. അതെ, വലിയ കൊതുക് കടിച്ചാൽ അറിയാത്തൊരു സാധനം. വൈകിയോ? സാരല്ല. ഇതെന്തത് 150 രൂപയോ? ഈ കണ്ട വീട് മൊത്തം കയറി ഇറങ്ങിയിട്ട് ആകെ 150 രൂപയാ? എന്റെ മിനിമോളെ, സർക്കാരിന് ഇതിനൊന്നും ഫണ്ടില്ല. വേണ്ട, മെമ്പറിനെ വിളിക്ക്, ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. മെമ്പർ ഇവിടെ ഇല്ല. എവിടെ പോയി? എന്നാ ഫോണിൽ വിളിക്കേ. അയ്യോ, മെമ്പർ ഫോൺ എടുത്തിട്ടില്ല. തന്നെയല്ല മിനിമോളെ, മെമ്പറുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ടാ. പാവം. ഈ അടുത്ത ഇലക്ഷൻ എങ്ങനെയാ, മെമ്പർ നിൽക്കുന്നുണ്ടോ? പിന്നെ നിൽക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ 7 ഓട്ടാ ഉള്ളത്. ആണോ? എന്റെ ഈശ്വരാ, ഈ വോട്ട് മേടിക്കാൻ അങ്ങോട്ട് വരുമല്ലോ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും വരും. അപ്പൊ ഞാൻ ഓരോ വോട്ടിനും ആളെണ്ണി കാശ് മേടിച്ചോളാം. എന്റെ വീട്ടിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ ചേട്ടൻ ജയിക്കൂല. പോട്ടെ. ഇനി ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിന് വേണ്ടി 6ാം വാർഡിലെ മെമ്പർ ഒന്നും ചെയ്തില്ല എന്ന് ജനങ്ങൾ പറയില്ല. അത് പറയൂല. പക്ഷെ ഗ്രാമസഭയിൽ കണക്ക് ചോദിക്കുമ്പോ എന്ത് പറയും? എല്ലാത്തിനും കണക്ക് എന്റെ കയ്യിലുണ്ട്. പ്രതിജ്ഞാപത്രം അടിച്ചതിന് റുപ്യ 350. പ്രതിജ്ഞാപത്രോ? അത് കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുക്കല്ലായിരുന്നോ? അത് ഗ്രാമസഭ അറിയേണ്ട കാര്യമില്ല, അത് എന്റെ സൗകര്യം. പിന്നെ പുസ്തകം വാങ്ങിയതിന്, പേന വാങ്ങിയതിന്, റബ്ബർ വാങ്ങിയതിന്, സീല് വാങ്ങിയതിന്, പാഡ് വാങ്ങിയതിന്, എല്ലാത്തിനും പുറമെ സൂപ്പർവൈസർക്ക് കൊടുത്തത് ഉറുപ്പിക 850. 850? 150 അല്ലേ സത്യേട്ടാ? 850. പിന്നെ ഫ്ലക്സ് അടിച്ചതിന് 300 റുപ്യ. ഫ്ലക്സോ? ഏത് ഫ്ലക്സ്? ആരോഗ്യ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മെമ്പർ സത്യശീലന് അഭിവാദ്യങ്ങൾ. യുവജനങ്ങൾ 6ാം വാർഡ്. യുവജനം? അതാരാത്?